نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين صدق الله العظيم لا حول ولا قوة إلا بالله ബഹുമാന്യരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സർവശക്തനായ അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകളും പരമാവധി നാം ജീവിതത്തിൽ അനുസരിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നും അള്ളാഹു വിലക്കിയ കാര്യങ്ങളെ വിരോധിച്ച കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും മാറ്റി നിർത്താൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ആദ്യമായി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ് നമ്മൾ. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു നാളെ വിചാരണ ചെയ്യുന്നതാണ് എന്ന ഒരു ചിന്ത നമ്മെ നയിക്കേണ്ടതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവും. ദുൽഹജ്ജ് മാസത്തിലാണ് നാം. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് വിശ്വാസികൾ പരിശുദ്ധ കഅബാലയത്തിന്റെ ചുറ്റും വന്ന് താമസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. ദുൽഹജ്ജ് 8 മുതൽ ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. ദുൽഹജ്ജ് 8 മുതൽ ദുൽഹജ്ജ് 13 വരെയാണ് ഹജ്ജിന്റെ ദിനങ്ങൾ, അല്ലെങ്കിൽ ഹജ്ജിന്റെ പ്രധാന കർമ്മങ്ങൾ മക്കയിലും മിനയിലും മുസ്ദലിഫയിലും അറഫയിലും ഒക്കെയായി നടക്കാൻ പോകുന്നത്. ഹജ്ജ് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം, ഇസ്ലാമിലെ 5 പ്രധാന കാര്യങ്ങളിൽ ഒന്നാണ്. ഈ 5 കാര്യങ്ങളിൽ ഏറ്റവും അവസാനമായി അള്ളാഹു നിർബന്ധമാക്കിയത് ഹജ്ജാണ്. ഹിജ്റ 5-ലാണ് ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രവാചകൻ ഒരു ഹജ്ജാണ് നിർവഹിച്ചത് എന്നാണ്. ഒരിക്കൽ ഒരു ഹജ്ജ് നിർവഹിക്കുക എന്നതാണ് ഒരു വിശ്വാസിക്ക് നിർബന്ധമുള്ളത്. പ്രവാചകൻ അത് നിർവഹിച്ചത് പ്രവാചകന്റെ ആയുസ്, അള്ളാഹു നിശ്ചയിച്ച ആയുസ്സിന്റെ അവസാന വർഷം തന്നെയായിരുന്നു. അതുകൊണ്ട് ആ ഹജ്ജ് അറിയപ്പെട്ടത് ഹജ്ജത്തുൽ വിദാ, വിടവാങ്ങൽ ഹജ്ജ് എന്നാണ് ആ ഹജ്ജ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ആ ഹജ്ജിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് അറഫയാണ്.
അറഫയിൽ ഒന്നിച്ചു ചേരുക, അല്ലെങ്കിൽ ആ അറഫ മൈതാനത്ത് അല്പസമയമെങ്കിലും ചെലവഴിക്കുക എന്നത് ഒഴിച്ചുകൂടാനാകാത്ത ഒരു കർമ്മമാണ് ഹജ്ജിൻ്റെത്. പ്രവാചകൻ പറഞ്ഞു, അൽ ഹജ്ജു അറഫ, അറഫയാണ് ഹജ്ജ്. ഹജ്ജ് പൂർത്തിയാകണമെങ്കിൽ, അറഫയിൽ നിൽക്കാൻ അവസരം കിട്ടിയില്ലെങ്കിൽ രണ്ടാമതൊരു വർഷം പോയി ഹജ്ജ് ചെയ്യുക എന്നതല്ലാതെ അതിനൊരു പരിഹാരവുമില്ല. അഥവാ ഹജ്ജായി തീരുകയില്ല. മറ്റു പല കർമ്മങ്ങളും നഷ്ടപ്പെട്ടാലും അതിന് പ്രായശ്ചിത്തം ചെയ്ത് ഹജ്ജ് നമുക്ക് ആ വർഷം തന്നെ പൂർത്തിയാക്കാൻ കഴിയും. പക്ഷെ അറഫ നഷ്ടപ്പെട്ടാൽ അത് അടുത്ത വർഷം രണ്ടാമത് ഹജ്ജ് ചെയ്ത് ആ അറഫയിൽ നിന്നാൽ മാത്രമേ ഹജ്ജ് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് അറഫയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഈ അറഫാ ദിനത്തിൽ പ്രവാചകന്റെ അവസാനത്തെ ഹജ്ജിൽ, ഈ അറഫാ ദിനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അറഫ മൈതാനത്തിനടുത്തുള്ള ജബലുർ റഹ്മ എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു കുന്നിന്റെ മുകളിൽ ഒരു പാറക്കല്ലിൽ കയറി നിന്നുകൊണ്ട് ചുറ്റും കൂടിയ ജനലക്ഷങ്ങളോട് പ്രവാചകൻ അത്യുച്ചത്തിൽ ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതാണ് ഖുത്ബത്തുൽ വിദാ, പ്രവാചകന്റെ വിടവാങ്ങൽ പ്രസംഗം എന്നാണ് ആ പ്രസംഗം അറിയപ്പെടുന്നത്. കാരണം ആ പ്രസംഗം പ്രവാചകൻ തുടങ്ങുന്നത് തന്നെ ഒരു വിടവാങ്ങലിന്റെ സൂചനയോട് കൂടിയാണ്. അയ്യുഹന്നാസ്, മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് പ്രവാചകൻ പറയുന്നു, ഇസ്മഉ ഖൗലി, നിങ്ങൾ എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കൂ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞത്, ഫഇന്നീ ലാ അദ്രി, എനിക്കറിഞ്ഞുകൂടാ, ലഅല്ലി ലാ അൽഖാകും ബഅദ ആമ്മി ഹാദാ, ഈ കൊല്ലത്തിന് ശേഷം അഥവാ അടുത്ത കൊല്ലം ഈ സ്ഥലത്ത് വെച്ച് എനിക്ക് നിങ്ങളെ കാണാൻ കഴിയുമോ എന്ന് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ തൻ്റെ ആ പ്രസംഗം തുടങ്ങുന്നത്. ആ പ്രസംഗത്തിൽ പ്രവാചകൻ ഊന്നി പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രവാചകന്റെ പ്രസംഗം തുടങ്ങുന്നത് അള്ളാഹുവിന്റെ ഏകത്വത്തെക്കുറിച്ചും അതുപോലെ തന്നെ മനുഷ്യൻ അവന്റെ അടിസ്ഥാന വിശ്വാസമായി സ്വീകരിക്കേണ്ട തൗഹീദിനെ കുറിച്ചുമൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ്. അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ റബ്ബ് ഏകനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗം തുടങ്ങുന്നത്. ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരും ജനങ്ങളെ ഊന്നിപ്പഠിപ്പിച്ച ഒരു കാര്യമാണ് തൗഹീദ് എന്ന് പറയുന്നത്. ഏകദൈവ വിശ്വാസം, ഏകദൈവ ആരാധന. ഈ പ്രപഞ്ചത്തെ ആകമാനം സൃഷ്ടിച്ച രക്ഷിതാവ് മാത്രമേ ആരാധനക്ക് അർഹനായിട്ടുള്ളൂ. അതുകൊണ്ട് തൻ്റെ സങ്കടങ്ങൾ പറയേണ്ടത്, താൻ പ്രതീക്ഷ അർപ്പിക്കേണ്ടത്, താൻ അവലംബിക്കേണ്ടത്, തന്നെ രക്ഷിക്കാൻ ശേഷിയുള്ളവൻ, തൻ്റെ ഏത് പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിവുള്ളവൻ ആ റബ്ബ് മാത്രമാണ്. മറ്റൊരു ശക്തിക്കും ഒരു വ്യക്തിക്കും എത്ര ഉന്നതനാണെങ്കിലും എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ കഴിയില്ല എന്നുള്ള ആ ഉറച്ച വിശ്വാസം, അതാണ് തൗഹീദ് എന്ന് പറയുന്നത്. അത് ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ്, അള്ളാഹുവിന്റെ ഏകത്വത്തെ ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ തൻ്റെ ഹജ്ജത്തുൽ വിദാഇലെ പ്രസംഗം തുടങ്ങുന്നത്. പിന്നെ പ്രവാചകൻ പറയുന്നത്, മനുഷ്യരെ, നിങ്ങളുടെ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ വാക്കുകളിലുമൊക്കെ നിങ്ങൾ ഇഖ്ലാസ് കാണിക്കണം, ആത്മാർത്ഥമായിരിക്കണം. കാരണം മനസ്സറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് റബ്ബ് പരിഗണിക്കുന്നത്. തുലിപ്പുറത്തുള്ള പ്രവർത്തനങ്ങളല്ല, ആളുകളെ കാണിക്കാനുള്ള പ്രവർത്തനങ്ങളല്ല. മനസ്സറിഞ്ഞുകൊണ്ട്, മനസ്സിൽ തട്ടിക്കൊണ്ട് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കണമെന്ന അതിയായ ആഗ്രഹത്തോടു കൂടി, നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളാണ് റബ്ബ് അംഗീകരിക്കുക. അതുകൊണ്ട് വാക്കിലും പ്രവർത്തനങ്ങളിലും നിങ്ങൾ ഇഖ്ലാസോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി ആയിരിക്കണം നിങ്ങൾ പെരുമാറേണ്ടത്. കാപട്യം നിങ്ങളിൽ ഉണ്ടാകരുത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ പ്രവാചകൻ ആ പ്രസംഗത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദീനിന്റെ മഹത്വം എന്താണെന്ന് പ്രവാചകൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരു കാലത്ത് പരസ്പരം കൊലവിളിയുമായി ജീവിച്ചിരുന്ന മനുഷ്യർ പരസ്പര സ്നേഹത്തിന്റെ ഉദാഹരണങ്ങളായി മാറിയത് പ്രവാചകൻ ഓർമ്മിപ്പിച്ചുകൊണ്ടത്. ആരായിരുന്നു നിങ്ങൾ? നരകത്തിന്റെ വക്കിലുള്ള ആളുകളായിരുന്നു. അവിടെ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു പോന്നു. ഏറ്റവും ക്രൂരമായ മനസ്സിന്റെ ഉടമകളായിരുന്നു. പക്ഷേ ഈ ദീനാണ് നിങ്ങളെ ഏറ്റവും ഉത്തമമായ വ്യക്തിത്വങ്ങളാക്കി മാറ്റിയത്. അതുകൊണ്ട് ഈ ദീനിന്റെ മഹത്വം എന്താണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാകണമെന്ന് പ്രവാചകൻ ആ പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. പ്രവാചകന്റെ വിടവാങ്ങൽ പ്രസംഗമായതുകൊണ്ട് പ്രവാചകൻ ഊന്നിപ്പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ജനങ്ങളെ,
ഒരുപക്ഷെ ഞാൻ അടുത്ത വർഷം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു വഴി ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ആ വഴിയിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കരുത് നിങ്ങൾ. തറക്തു ഫീക്കും അംറൈനി ലൻ തളില്ലു മാ തമസ്സക്തു ബിഹിമ. രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചാണ് ഞാൻ കടന്നു പോകുന്നത്. ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ യഥാർത്ഥ രൂപത്തിൽ ഉൾക്കൊള്ളുന്നുവെങ്കിൽ നിങ്ങൾ വഴിപഴിച്ചു പോകുന്ന പ്രശ്നമില്ല. കിതാബ് അല്ലാഹി വ സുന്നത്ത് റസൂലിഹി. ഒന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നിങ്ങളുടെ മുമ്പിലുണ്ട്. 23 വർഷക്കാലത്തിനിടെ ഇറങ്ങിയ വചനങ്ങൾ, ആയത്തുകൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. അവിടെ വെച്ച് തന്നെയാണ് ഖുർആനിലെ അവസാനത്തെ ഖുർആന്റെ പൂർത്തീകരണമായ ആയത്തിറങ്ങുന്നത്. അറഫയിൽ വെച്ചുകൊണ്ടൽ യൗമ അക്മൽതു ലക്കും ദീനക്കും. ഇന്നിതാ നിങ്ങളുടെ ദീൻ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് അള്ളാഹു അറിയിക്കുന്നത് ആ അറഫയിൽ വെച്ചാണ്. വാത്മംതു അലൈക്കും നിയമത്തി, എന്റെ ഖുർആനാകുന്ന ഈ ദിവ്യ വെളിച്ചമാകുന്ന അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, നിങ്ങൾക്കൊരു മതം എന്നുള്ള നിലക്ക്, നിങ്ങളുടെ ഒരു ആദർശം എന്നുള്ള നിലക്ക് അഭിമാനത്തോടുകൂടി നിങ്ങൾക്ക് ആചരിക്കാനും ഉൾക്കൊള്ളാനും പ്രഖ്യാപിക്കാനും കഴിയുന്ന ഒരു മതത്തെ, ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്നുള്ള ആ വിശുദ്ധ ഖുർആനിലെ വചനം ഇറങ്ങുന്നതും അവിടെ വെച്ച് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഖുർആനാണ് നിങ്ങളുടെ മുമ്പിലുള്ള ഒന്ന്. വസുന്നത്ത് റസൂലിഹി, മറ്റൊന്ന് 23 വർഷക്കാലം ഞാൻ ജീവിച്ച ഒരു ജീവിതം നിങ്ങളുടെ മുമ്പിലുണ്ട്. എനിക്കൊരു രഹസ്യ ജീവിതം ഉണ്ടായിട്ടില്ല. പരസ്യമായി ഞാൻ ചെയ്യുന്നതൊന്നും രഹസ്യമായ മറ്റൊന്നുമല്ല എൻ്റെ ജീവിതം. എൻ്റെ ജീവിതം തുറന്ന പുസ്തകമാണ്. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചതാണ്. അതാണ് നിങ്ങൾ മാതൃകയാക്കേണ്ടത്. കാലം ചെല്ലും തോറും പലതും കടന്നു വന്നേക്കാം. പക്ഷെ അതൊന്നും നിങ്ങൾ ഉൾക്കൊള്ളരുത്. ഖുർആനിൽ എന്ത് പറഞ്ഞിരിക്കുന്നുവോ, എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ എന്ത് നിങ്ങൾക്ക് മതമായി കാണിച്ചു തന്നിരിക്കുന്നുവോ അതായിരിക്കണം നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രസംഗത്തിൽ ഊന്നിപ്പറയുകയാണ്. തൻ്റെ അറഫ മൈതാനിയിൽ അന്ന് നടത്തിയ പ്രസംഗത്തിൽ അള്ളാഹുവിന്റെ ഖുർആനും പ്രവാചക ചര്യയുമായിരിക്കണം വിശ്വാസിയുടെ വെളിച്ചം, അല്ലെങ്കിൽ വിശ്വാസിയുടെ മാർഗരേഖ. മറ്റേത് ഏത് ഹോജാക്കൾ പറഞ്ഞാലും, എത്ര വലിയ മഹാന്മാർ പറഞ്ഞാലും, അത് അള്ളാഹുവിന്റെ ഖുർആനിനോ പ്രവാചകന്റെ പ്രവർത്തനങ്ങൾക്കോ വിരുദ്ധമാണെങ്കിൽ അത് നിങ്ങൾ സ്വീകരിക്കരുത് എന്നാണ് പ്രവാചകൻ സഹാബിമാരെ, ആ ലക്ഷക്കണക്കിന് മനുഷ്യരെ ബോധ്യപ്പെടുത്തിയത് എന്നാണ് നമുക്കവിടെ പ്രവാചകന്റെ ആ പ്രസംഗത്തിൽ നിന്ന് വ്യക്തമാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ജാഹിലിയ കാലഘട്ടത്തിന്റെയും ഇന്നത്തെയും ഒരു ശാപമാണ് പലിശ എന്നുള്ളത്. ആ പലിശയെ നേരത്തെ തന്നെ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് വചനങ്ങളിലൂടെ അതിശക്തമായി ഇസ്ലാം വിലക്കിയതാണ്. പലിശ എന്ന് പറയുന്നത് അത് പണക്കാരൻ പാവപ്പെട്ടവനെ അവന്റെ വിയർപ്പൂറ്റിയെടുത്തുകൊണ്ട് പണക്കാരൻ കൂടുതൽ പണക്കാരനാകുന്ന ഒരു ചൂഷണ വ്യവസ്ഥിതിയാണ്. പാവപ്പെട്ടവനെ ആ പ്രയാസങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്ന സദക്കയും സക്കാത്തുമാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. പട്ടിണിപ്പാവത്തെ വീണ്ടും അതിനേക്കാൾ വലിയ പട്ടിണിപ്പാവമാക്കി മാറ്റുന്ന ആ പലിശ സമ്പ്രദായത്തെ ഇസ്ലാം അതിശക്തമായി വിലക്കിയതാണ്. അധ്വാനിച്ച് തൻ്റെ ബുദ്ധിയും തൻ്റെ കഴിവും ഉപയോഗിച്ച് പ്രവർത്തിച്ച് അധ്വാനിച്ച് സമ്പാദിക്കുകയാണ് വേണ്ടത്. യാതൊരു അധ്വാനവുമില്ലാതെ മറ്റൊരുത്തന്റെ അധ്വാനം ചൂഷണം ചെയ്ത് ജീവിക്കുന്ന പലിശയെ അതിശക്തമായി ഇസ്ലാം വിലക്കിയതാണ്. അതുകൊണ്ട് പ്രവാചകൻ അവിടെ വെച്ച് അക്കാര്യം വീണ്ടും പറഞ്ഞു. ജാഹിലിയ കാലത്ത് നിങ്ങൾക്ക് പലർക്കും നിങ്ങൾ കൊടുത്തതിന്റെ കുറെ പലിശ കിട്ടാനുണ്ടായിരിക്കും. ആ പലിശ മുഴുവൻ ഞാനിതാ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ഇനി അത് ഒരാൾക്കും വാങ്ങാൻ, ആ പലിശ എന്നുള്ള നിലക്ക് ഒരാൾക്കും അത് വാങ്ങാൻ അവകാശമില്ല. അതുപോലത്തെ ദിമാഇന എന്ന് പറഞ്ഞ് റിബ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, എന്റെ പിതൃവ്യൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനും ജാഹിലിയ കാലത്ത് കിട്ടാനുണ്ടായിരുന്ന പലിശ ഉണ്ട്. അത് മുഴുവൻ ഞാനിതാ റദ്ദ് ചെയ്തിരിക്കുന്നു, ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ഇനി അത്തരം ഒരു അതെല്ലാം ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. ഇനി പലിശയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പലിശ വാങ്ങി അത് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഈ സമൂഹത്തിൽ ഉണ്ടാവരുത് എന്ന് പറഞ്ഞ് പ്രവാചകൻ എല്ലാ തരത്തിലുള്ള ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ പലിശയൊക്കെ കഥമിഹി ഞാൻ എൻ്റെ കാലിനടിയിൽ വെച്ച് ഇതാ ചവിട്ടി വിധിച്ച് അവസാനിപ്പിക്കുന്നു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പ്രവാചകൻ പിന്നെ കുറെ ബാധ്യതകൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഹജ്ജത്തുൽ വിദാഇലെ പ്രസംഗത്തിൽ. അതൊന്ന് അമാനത്തിനെ കുറിച്ചാണ്.
വിശ്വാസ്യത നിലനിർത്തേണ്ടതുണ്ട്. വിശ്വാസികൾ തന്റെ ഉത്തരവാദിത്തത്തെ പോലെ തന്നെ തന്നെ ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ ആ വിശ്വാസ്യത നിലനിർത്തുക എന്നത് ഒരു ഈമാനിന്റെ ഐഡന്റിറ്റിയാണ്. വിശ്വസിച്ച് നമ്മെ ആരെങ്കിലും ഏൽപ്പിച്ചാൽ അത് ആ ഉത്തരവാദിത്വത്തോടു കൂടി അത് ആ ഏൽപ്പിച്ചവന് തന്നെ തിരിച്ചേൽപ്പിക്കുക എന്ന് പറയുന്ന ആ അമാനത്തുണ്ടല്ലോ, അത് വിശ്വാസികൾക്ക് എപ്പോഴും കാത്തു സൂക്ഷിക്കണമെന്ന് പ്രവാചകൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ആ പ്രസംഗത്തിൽ പ്രവാചകൻ കിസാസിനെ കുറിച്ച്, അഥവാ ബോധപൂർവം ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കൊന്നാൽ പ്രതിക്കൊല ചെയ്യണം, എങ്കിലാണ് നാട്ടിൽ സമാധാനം ഉണ്ടാവൂ എന്നുള്ള ആത്യന്തികമായ ഒരു പ്രായോഗിക നിയമം പ്രവാചകൻ അതൊന്നുകൂടി ഊന്നി പറയുന്നുണ്ട്. അതേ സമയത്ത് അബദ്ധത്തിൽ ഒരാളുടെ കയ്യിൽ നിന്ന് വല്ല കൊല സംഭവിച്ചു പോയാൽ അതിന് ആ കൊല ചെയ്യപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾ അവർ സമ്മതിക്കുകയാണെങ്കിൽ നഷ്ടപരിഹാരം കൊടുത്ത് ഈ കൊല ചെയ്ത ആളുടെ ജീവൻ രക്ഷിക്കുന്നതിനുള്ള അവസരവും ഉണ്ടാവണം എന്ന് പ്രവാചകൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ബോധപൂർവം കൊലപ്പെടുത്തുന്നതും അബദ്ധത്തിൽ ഒരാൾ തന്റെ കൈയാൽ മരണപ്പെടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ബോധപൂർവം ചെയ്താൽ അതിന് പ്രതിക്രിയ തന്നെയാണ് പരിഹാരം. എങ്കിലേ നാട്ടിൽ സമാധാനം ഉണ്ടാവൂ. ചില പാഠങ്ങൾ പഠിക്കേണ്ടവർക്ക് പാഠമാവുകയുള്ളൂ. അതേ സമയത്ത് അബദ്ധവശാൽ സംഭവിച്ചാൽ അതിന് പല രീതിയിൽ പരിഹാരം നിർവഹിക്കപ്പെടണമെന്ന് പ്രവാചകൻ അവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറ്റൊരു കാര്യം മക്കയുടെ പവിത്രതയെ കുറിച്ചാണ്. പിശാച് ഇന്ന് ഇവിടെ വെച്ച് പിശാചിനെ ആരും ആരാധിക്കുന്ന പ്രശ്നം ഇനി വരുന്നില്ല. പിശാച് നിരാശനായിരിക്കുന്നു ഈ ആളുകളെ കാണുമ്പോൾ, ഇസ്ലാമിന്റെ വളർച്ച കാണുമ്പോൾ. അതേ സമയത്ത് പിശാച് ഇവിടുന്ന് പോകുന്നില്ല, അതും ഓർക്കാൻ പ്രവാചകൻ പറഞ്ഞു. പക്ഷേ പിശാച് അവനെ അനുസരിക്കുന്നതിന്റെ കാര്യത്തിൽ പിശാച് നിരാശനല്ല. നിങ്ങൾ പിശാചിനെ അനുസരിച്ച് പലതും ചെയ്തു പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ പിശാചിനെ നേർക്കുനേരെ ആരാധിക്കുക എന്നുള്ളത് ഈ നാട്ടിൽ നടക്കില്ല. പക്ഷെ പിശാചിനെ അനുസരിച്ചുകൊണ്ട് പല പ്രവർത്തനങ്ങളും തെറ്റിലേക്ക് മനുഷ്യൻ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ പിശാചിനെ നിങ്ങൾ കരുതിയിരിക്കണമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ആ ഹജ്ജത്തുൽ വിദാഇലെ പ്രസംഗത്തിൽ ഊന്നിപ്പറയുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹജ്ജത്തുൽ വിദാഇലെ പ്രസംഗത്തിൽ ഊന്നിപ്പറഞ്ഞ മറ്റൊരു കാര്യം അത് മനുഷ്യത്വത്തെ കുറിച്ചാണ്. അതിന്റെ പ്രാധാന്യം നമുക്കറിയാം. പ്രവാചകൻ പറഞ്ഞത് ഇന്ന റബ്ബക്കും വാഹിദ്, മനുഷ്യരെ നിങ്ങളെ എല്ലാവരെയും സൃഷ്ടിച്ചത് ഏകരായ റബ്ബ് മാത്രമാണ്. അറബിയെ സൃഷ്ടിച്ച റബ്ബ് ഒന്ന്, മറ്റുള്ളവരെ സൃഷ്ടിച്ച റബ്ബ് വേറെ എന്നില്ല. ഈ ലോകത്ത് മനുഷ്യരായി ഭൂമുഖത്ത് പിറന്നു വീണ ആരുണ്ടോ എല്ലാവരുടെയും റബ്ബ് ഒന്നാണ്. അതുപോലെ തന്നെ വൈന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ എല്ലാവരുടെയും ഉപ്പ ഒരേ ഒരു ഉപ്പയിൽ നിന്നാണ് നിങ്ങൾ ഉണ്ടായത്. വകുല്ലുക്കും മിൻ ആദം, നിങ്ങളുടെ എല്ലാവരുടെയും ഉപ്പ ആദമാണ്. ആദമിന്റെ മക്കളായിട്ടാണ് നിങ്ങളെല്ലാവരും ഈ ഭൂമുഖത്തുണ്ടായിട്ടുള്ളത്. ആ പരമ്പരയിലാണ് നിങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ആദം മിൻ തുറാബ്, ആദമിനെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് കളിമണ്ണിന്റെ സത്തയിൽ നിന്നാണ്. എന്നിട്ട് അള്ളാഹു അതിന് ആത്മാവ് നൽകിയതാണ്. അങ്ങനെയാണ് അള്ളാഹു ആദിമ സൃഷ്ടി ഈ പ്രപഞ്ചത്തിൽ നിർവഹിച്ചത്. അതുകൊണ്ട് ആ ആദമ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചവനാണെങ്കിൽ നിങ്ങളും ആ മണ്ണിന്റെ ഭാഗമാണ്, മണ്ണിന്റെ അംശമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ കഴിയില്ല. ലാ ഫളല ലി അറബിയിൻ അലാ അജമിയിൻ, ഒരു അറബിയാണ് ഞാൻ എന്നതുകൊണ്ട് എനിക്കെന്തെങ്കിലും പ്രത്യേക സ്റ്റാറ്റസ്, മഹത്വമില്ല. ഒരു അനറബിയേക്കാൾ എന്തെങ്കിലും ഒരു മഹത്വം എൻ്റെ ഒരു അറബി എന്നതിൻ്റെ പേരിൽ എനിക്കില്ല. വല അജമിയിൻ അല അറബിയിൻ, ഇനി ഒരു അനറബിക്ക് അറബിയേക്കാളും എന്തെങ്കിലും ശ്രേഷ്ഠതയില്ല. വലാലി അബ്യല അല അസ്വദ, ഇനി വെളുത്തവന് തൊലി കറുത്തു പോയവനേക്കാൾ എന്തെങ്കിലും ഒരു മഹത്വം ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല മനുഷ്യരെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനുഷ്യരെ മനുഷ്യരായി കാണണം, മനുഷ്യരെ തുല്യരായി കാണണം. മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, ദേശത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ മനുഷ്യർ തരം തിരിച്ചുകൊണ്ട് ഞാൻ കേമൻ, നീ താഴ്ന്നവൻ, ഞാൻ ഉന്നത കുലജാതൻ, നീ താഴ്ന്ന ജാതിയിൽ പിറന്നവൻ എന്നുള്ളത് ലോകത്തെവിടെയും ഇല്ല. അത് ഇസ്ലാമിലില്ല. എല്ലാവരും കുല്ലുക്കും മിൻ ആദം വ കുല്ലുക്കും മിൻ തുറാബ് വ ആദം മിൻ തുറാബ് എന്ന് പറഞ്ഞ ആ സന്ദേശവും പ്രവാചകൻ ഊന്നിപ്പറയുകയാണ് തന്റെ ഹജ്ജത്തുൽ വിദായിലെ ആ പ്രസംഗത്തിൽ. അതുകൊണ്ട് അതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ
വളരെ ഊന്നി പറഞ്ഞ മറ്റൊരു കാര്യം, അലാ ഫസ്തൗസൗ ബിന്നിസാഇ ഖൈറ. മനുഷ്യരെ, പ്രവാചകന്റെ അവസാനത്തെ പ്രസംഗമാണ്. അതിൽ പ്രവാചകൻ ഊന്നിപ്പറയുന്ന ഒരു കാര്യം, സ്ത്രീകളോട് നാം സ്വീകരിക്കേണ്ട സമീപനം എന്താണ് എന്ന്. സ്ത്രീകളെ ആദരിക്കേണ്ടതുണ്ട്, സ്ത്രീകളെ ബഹുമാനിക്കേണ്ടതുണ്ട്. സ്ത്രീകളെ നമ്മുടെ അടിമകളായിക്കൊണ്ട് നടക്കേണ്ടവരല്ല. അവർക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട്, അവർക്ക് അവരുടേതായ വ്യക്തിത്വമുണ്ട് എന്ന് പ്രവാചകൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു ഒരു ബലിഷ്ഠമായ ഒരു കരാറിലൂടെ നിങ്ങൾ ഏറ്റെടുത്തവരാണ് നിങ്ങളുടെ ഇണകൾ എന്ന് പറയുന്നത്. നിങ്ങളുടെ അടിമകളല്ല അവർ, നിങ്ങളുടെ ഇണയും തുണയുമാണ്. ആ ബോധം നിങ്ങൾക്കുണ്ടാവണം. അതുകൊണ്ട് തന്നെ അവരെ ഉപദ്രവിക്കാനോ അടിക്കാനോ അല്ലെങ്കിൽ അവരെ ശകാരിക്കാനോ അവരോട് മോശമായ രീതിയിൽ പെരുമാറാനോ പാടില്ല. എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായാൽ അത് പരസ്പര ധാരണയോടുകൂടി ഉപദേശങ്ങളിലൂടെയും അല്ലെങ്കിൽ കുടുംബ ബന്ധുക്കളുടെ ഇടപെടലിലൂടെയും ഒക്കെ രമ്യമായി പരിഹരിക്കാൻ ശ്രമിക്കുക എന്നതല്ലാതെ ക്രൂരമായ രീതിയിലുള്ള സമീപനം സ്ത്രീകളോട് സ്വീകരിക്കരുത് എന്ന് പറഞ്ഞ് ഫൈൻ അത്താനക്കും ഫലാ തബൂ അലൈഹിന്ന സബീല, അവർക്കെതിരെ നിങ്ങൾ ക്രൂരമായ വഴികൾ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ പറഞ്ഞു, അലാ ഇന്നലി നിസാഇക്കും അലൈക്കും ഹഖ, തീർച്ചയായും നിങ്ങളുടെ ഇണകൾക്ക്, നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങളോട് കുറെ കടമകളുണ്ട്. അതോടൊപ്പം വലാക്കിൻ, നിങ്ങൾക്ക് അവരോടും ഒരുപാട് കടമകളുണ്ട് എന്ന് പറഞ്ഞ് വളരെ കൃത്യമായി പ്രവാചകൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകേണ്ടുന്ന പവിത്രതയെക്കുറിച്ച്, സ്ത്രീകളോട് കാണിക്കേണ്ടുന്ന മാന്യതയെക്കുറിച്ച്, സ്ത്രീകളെയും അവകാശങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാകേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രവാചകൻ കൃത്യമായി കുടുംബം എങ്ങനെയായിരിക്കണം, ഇണകൾ എങ്ങനെയായിരിക്കണം എന്നുകൂടി ഈ പ്രസംഗത്തിൽ ഊന്നിപ്പറയുന്നുണ്ട് എന്നതുകൂടി നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എല്ലാവരെയും സഹോദരന്മാരായി കാണണം എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിന്റെ വചനമുണ്ടല്ലോ, അതും പ്രവാചകൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പരസ്പരം സാഹോദര്യ ബന്ധം നിലനിർത്താൻ വളരെ കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രസംഗത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വസിയത്തിനെ കുറിച്ച്, വസിയത്ത് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, മരണപ്പെടുന്ന ആൾ തൻ്റെ പിൻഗാമികളായ കുട്ടികളെ കുറിച്ച് അല്ലെങ്കിൽ ആളുകളെ കുറിച്ച് ചില ബോധങ്ങൾ അവർക്കുണ്ടാവേണ്ടതുണ്ട്. ഇവിടെയാണ് ഇസ്ലാമിന്റെ ആ വലിയ പ്രസക്തി. ചിലപ്പോൾ താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തൻ്റെ മകൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ തൻ്റെ സ്വത്ത് ഒരുപക്ഷെ പേരക്കുട്ടികൾക്ക് കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കാരണം നിയമപ്രകാരം മക്കൾ കഴിഞ്ഞിട്ടാണ് പേരക്കുട്ടികൾക്ക്, മക്കളുണ്ടെങ്കിൽ പേരക്കുട്ടികൾക്ക് അവകാശമില്ല എന്നുള്ള ഒരു സാങ്കേതികത്വം ഉണ്ടാകുമ്പോൾ അവിടെയാണ് വസിയത്ത് ഇടപെടേണ്ടത്. വസിയത്ത് ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഖുർആൻ പ്രത്യേകം പറയുന്നതാണ്, പ്രവാചകൻ ഊന്നി പറയുന്നതാണ്. ഇത്തരത്തിലുള്ള നിയമപരമായി ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അനന്തരാവകാശ സ്വത്ത് കിട്ടാത്ത സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ നിർബന്ധമായും മരണപ്പെടാൻ പോകുന്ന ആ വ്യക്തിയുടെ ബാധ്യതയാണ് വസിയത്ത് ചെയ്യുക എന്നത്. ഇനി അങ്ങനെ വസിയത്ത് ചെയ്യാതെ പോയാലും സ്വത്ത് വിഭജിക്കുന്ന സമയത്ത് ബന്ധുക്കൾക്ക് കൂടിയാലോചിച്ചുകൊണ്ട് അത് നേർക്കുനേരെ വിഹിതം കിട്ടാത്തവർക്ക് നൽകണമെന്നുള്ള കാര്യവും ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യമാണ്. ഈ വശങ്ങളൊന്നും പലപ്പോഴും പറയാതെയാണ് ഇസ്ലാമിൽ പേരക്കുട്ടികൾക്ക് ബാപ്പയുള്ള കാലത്ത് മരിച്ചുപോയ ആ പേരക്കുട്ടികൾക്ക് അവകാശമില്ല എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിനെ വിമർശിക്കാറുള്ളത്. പക്ഷെ പ്രവാചകൻ തന്റെ ഈ ഹജ്ജത്തുൽ വിദായിലെ അവസാനത്തെ പ്രസംഗത്തിൽ പോലും വസിയത്തിനെ കുറിച്ച്, അവകാശങ്ങൾ ലഭിക്കേണ്ടവർക്ക് അത് നൽകേണ്ടതിനെ കുറിച്ച് കൃത്യമായി പഠിപ്പിച്ചിട്ടാണ് കടന്നുപോയത് എന്നുള്ളത് കൂടി നാം ഓർക്കേണ്ടതാണ്. തീർച്ചയായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ അവസാനത്തെ പ്രസംഗം എന്ന് പറയുന്നത് അതൊരു ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പ്രസംഗമാണ്. ഒരു സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പോക്കിൽ ആ സമൂഹത്തിന് ഏതെല്ലാം ഊർജം വേണ്ടതുണ്ടോ, ഏതെല്ലാം മേഖലയിൽ വെളിച്ചം വേണ്ടതുണ്ടോ, ഏതെല്ലാം മേഖലയിൽ നിർദ്ദേശങ്ങൾ വേണ്ടതുണ്ടോ, ആ മേഖലകളിലേക്കെല്ലാം കടന്നു ചെന്ന അതിവിശാലവും സമഗ്രവുമായ സംക്ഷിപ്തവുമായ ഒരു പ്രസംഗമാണ് പ്രവാചകന്റെ ഹജ്ജത്തുൽ വിദായിലെ അഥവാ വിടവാങ്ങൽ പ്രസംഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ സന്ദേശം, അതിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഉത്തമ സമൂഹമായി ജീവിക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്.
പ്രിയ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും വിരോധങ്ങളുമൊക്കെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒന്നുകൂടി എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫ ദിനത്തിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ ഒരു ഏകദേശ ചിത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരച്ചു വെച്ചത്. അറഫയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നാം മനസ്സിലാക്കി. മക്കയിൽ ഹാജിമാർ അറഫയിൽ സമ്മേളിക്കുമ്പോൾ അന്ന് അവർ അള്ളാഹുവിനോട് കരമുയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അറഫയിൽ പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നുമില്ല. അവിടെ വെച്ച് ളുഹുറും അസ്റും നമസ്കരിക്കുന്നു ജമ്മും കസ്റുമായിട്ട്, അതല്ലാതെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും. പക്ഷേ അവിടെ നടത്തുന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, അറഫാ ദിനത്തിന്റെ മഹത്വമായി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, അള്ളാഹു ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുക അറഫാ ദിനത്തിലായിരിക്കുമെന്നാണ്. തെറ്റ് ചെയ്ത് അതേ സമയത്ത് വിശ്വാസം ഒക്കെ ഉണ്ടായിട്ടും ചെറിയ തെറ്റുകളൊക്കെ ചെയ്ത് നരകത്തിൽ കിടക്കേണ്ടി വന്ന ആളുകൾക്ക് അള്ളാഹു മോചനം നൽകുന്ന ഒരു ദിനമാണ് അറഫാ ദിനം എന്ന് പറയും. ആ അറഫാ ദിനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ഖതാദ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, റസൂലിനോട് അറഫാ ദിനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ, അറഫാ ദിനത്തിൽ അറഫയിലല്ലാത്ത ആളുകൾ നോമ്പനുഷ്ഠിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പ്രവാചകൻ അതിനെക്കുറിച്ച് പറഞ്ഞൊരു മറുപടി, യുകഫിറു സനത്തൽ മാളിയ വൽ ബാഖിയ, കഴിഞ്ഞ വർഷത്തെയും വരാനിരിക്കുന്ന വർഷത്തെ പോലും പാപങ്ങൾ പൊറുക്കാൻ മാത്രം മഹത്തായ പ്രതിഫലം ലഭിക്കുന്ന ഒരു നോമ്പാണ് അത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അറഫയിൽ നിൽക്കുന്ന ആളുകൾ, ഹജ്ജിന്റെ ഭാഗമായ ആളുകൾ അല്ലാത്തവർ അറഫാ ദിനത്തിൽ ദുൽഹജ്ജ് 9 നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് വളരെ പ്രബലമായ ഒരു സുന്നത്താണ്. ആ നോമ്പ് മാത്രമല്ല, ആ ദിനം മഹത്തായ ഒരു ദിനമാണ്. അതുകൊണ്ട് അറഫയിലുള്ള ആളുകൾ മാത്രമല്ല റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടത്, നാമും റബ്ബിനോട് കൂടുതൽ സമയം പ്രാർത്ഥിക്കാൻ, അള്ളാഹുവിലേക്ക് അടുക്കാൻ, നല്ല കാര്യങ്ങൾ സദഖകളും മറ്റുമായി നല്ല കാര്യങ്ങളിലൂടെ മുന്നേറാൻ നമുക്കും കഴിയേണ്ടതുണ്ട് ആ ദിനത്തിൽ എന്ന് നാം ഓർക്കുക. തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കുമെന്ന് പ്രവാചകൻ സന്തോഷ വാർത്ത അറിയിച്ച ഒരു ദിനം കൂടിയാണത്. ഏറ്റവും കൂടുതൽ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുന്ന ഒരു ദിനം അതാണ് അറഫാ ദിനത്തിന്റെ സവിശേഷത. അതുകൊണ്ട് ആ ദിനം നോമ്പനുഷ്ഠിച്ചുകൊണ്ട് റബ്ബിനോടുള്ള പ്രാർത്ഥനകളിൽ മുഴുകാൻ നാം എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് പെരുന്നാൾ നമസ്കാരം MES ഗ്രൗണ്ടിലെ ഈദ്ഗാഹിൽ വെച്ചാണ് നമ്മൾ നിർവഹിക്കുന്നത്. രാവിലെ 7:15 നമസ്കാരം തുടങ്ങും. 7 മണിക്ക് തന്നെ എല്ലാവരും തയ്യാറായിട്ട് ഒതോടുകൂടി തന്നെ മുസല്ലയിലേക്ക്, ഈദ്ഗാഹിലേക്ക് കുടുംബസമേതം എത്തിച്ചേരണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ വന്ന തെറ്റുകൾ റബ്ബ് നമുക്ക് പുറത്തു തരുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയവർക്ക് നീ സ്വർഗം നൽകണമേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കുകയും ഞങ്ങളെയും അവരെയും നാളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് ചേർക്കുകയും ചെയ്യണമേ റബ്ബേ. അള്ളാഹുവെ, രോഗങ്ങളാലും മറ്റും പ്രയാസപ്പെടുന്ന ഞങ്ങളിലെ എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും നീ പൂർണ്ണമായും മാറ്റിത്തരണമേ റബ്ബേ. അള്ളാഹുവെ, വിവിധ പ്രദേശങ്ങളിൽ കഷ്ടപ്പെടുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, പീഡനങ്ങളാൽ കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് റബ്ബേ. അവർക്ക് നീ ആശ്വാസവും സന്തോഷവും നൽകണമേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ പുറത്തു തരണമേ റബ്ബേ. അള്ളാഹുവെ, തെറ്റുകളിൽ നിന്ന് നീ ഞങ്ങളെ തടഞ്ഞു നിർത്തണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أجرنا من النار وادخلنا الجنة يا أرحم الراحمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.